ഇത് റഷ്യയുടെയും ഇന്ത്യയുടെയും സംയുക്ത ഓപ്പറേഷന്റെ ഫലമായിട്ടാണ് ഇത് ഇങ്ങനെ ഒരു ഗൂഢാലോചന വെളിയിൽ വന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് പഴയ KGB ചാരനായ വ്ളാഡിമിർ പുടിൻ നേരിട്ട് വന്ന് മോഡിയെ തന്റെ വാഹനത്തിൽ കയറ്റി അവിടെ കൊണ്ടുപോയത്. അതായത് ഏതൊരു വെല്ലുവിളിയെയും ഏതൊരു ആക്രമണത്തെയും നേരിടാൻ സജ്ജമായ ഒരേ ഒരു വാഹനം ആ സമയത്ത് ടിയാൻജിനിൽ ഉണ്ടായിരുന്നത് അത് പുടിന്റെയാണ്. ചൈനീസ് വാഹനത്തിൽ ഒരുപക്ഷെ മോഡി കയറാൻ സാധ്യതയില്ല. കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുപാട് അവിശ്വാസങ്ങൾ നിലനിൽക്കുന്നു. ഒരുപക്ഷെ അതായിരിക്കണം വ്ളാഡിമിർ പുടിൻ നേരിട്ട് മോഡിയെ വന്ന് ക്ഷണിക്കുകയും തൻ്റെ വാഹനത്തിൽ ഇരുത്തി സമ്മേളന സ്ഥലത്ത് കൊണ്ടുപോവുകയും ആ ഭീഷണി ഒഴിഞ്ഞു എന്നുള്ള കൃത്യമായ സൂചന കാരണം സമ്മേളന സ്ഥലത്ത് എത്തിയിട്ടും അവർ മിനിറ്റുകളോളം ഈ വാഹനത്തിൽ 4-5 മിനിറ്റ് ഒന്നുമല്ല, ഏതാണ്ട് 20 മിനിറ്റോളം ഈ വാഹനത്തിൽ അവർ അവിടെ തുടർന്നിരുന്നു.